Now, assessment of your arterial pulse by palpation നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി പാൽപേഷൻ അല്ലാതെ ഒരു ഗ്രാഫിക്കൽ റെക്കോർഡിംഗ് ആയിട്ട് സ്പിഗ്മോഗ്രഫി വഴി നമുക്ക് പൾസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ദി റെക്കോർഡിംഗ് ഓഫ് ദി പൾസ് വേവ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്പെഷ്യൽ ട്രാൻസ്ഡ്യൂസർ ഹെഡ്സ് പ്ലേസ്ഡ് ഓവർ ആൻ ആർട്ടറി. ഏത് ആർട്ടറിയാണ് നമ്മൾ അസസ് ചെയ്യാനായിട്ട് നോക്കുന്നത്, അതേലും ഒരു ട്രാൻസ്ഡ്യൂസർ ഹെഡ്, അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ആ പൾസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വേവ്സ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ പൾസ് വേവിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ റീഡ് ചെയ്യുന്നതാണ് ഈ സ്പിഗ്മോഗ്രഫി എന്ന് പറയുന്നത്. Arterial pulse can be recorded on large arteries located close to the heart. So central pulse ആണ് നമ്മൾ കൂടുതലും അസസ് ചെയ്യുന്നത്, called as central sphygmogram. When recorded on the carotid artery, especially it is called as carotidogram, and when recorded on the peripheral muscular arteries, it is called as peripheral sphygmogram. So ഓരോ ഏരിയസിലും നമ്മൾ അസസ് ചെയ്യുമ്പം ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പം അതിന് ഓരോ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. നൗ ഈ റെക്കോർഡിംഗ് വരുമ്പം എന്താണ് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന്. ബിഫോർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദ ഗ്രാഫ്. സി, ആദ്യത്തെ ഡയഗ്രാം വേർ ഇറ്റ് ഈസ് ഷോയിങ് ആൻ അനക്കോട്ടിക് ലിംബ്, എ നോച്ച് ആൻഡ് എ കാരക്രോട്ടിക് ലിംബ്. ഇതാണ് യൂഷ്വലി ദ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ പേർപ്പിൾ ഗ്രാഫാണ് ഒരു നോർമൽ പൾസ് വേവ് എന്ന് പറയുന്നത്. ഹാവിങ് എ നോർമൽ റേസ് ആൻഡ് ഒരു സ്ലോപ്പ് വരുന്നു. ആ സ്ലോപ്പിൽ ഒരു ഡിപ്രഷൻ വരെ ഉള്ളതാണ് ഒരു അനക്കോട്ടിക് ലിംബ് എന്ന് പറയുന്നത്. ഈ നോച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സ്ലൈറ്റ് പൊക്കം കഴിഞ്ഞിട്ട് ഒരു താഴ്ചയും കൂടെ വരുന്നത്, ദാറ്റ് ഈസ് അനദർ വേവ്. സോ ഈ നോച്ചിനെയാണ് ഡൈക്കോർട്ടിക് നോച്ച് എന്ന് വിളിക്കുന്നത്. അനക്കോട്ടിക് ലിംബ് ഹാവിങ് എ റേസ്, ദെൻ എ ഫോൾ ആൻഡ് കോസിങ് എ ഡിപ്രഷൻ. ആ ഡിപ്രഷൻ വരെയുള്ളത് ഈസ് റിപ്രസെൻറ്റിങ് യുവർ വെൻട്രിക്കുലർ സിസ്റ്റോൾ. വെൻട്രിക്കുലർ എന്തുവാ കോൺട്രാക്ഷനും റിലാക്സേഷനും കൂടെ കൂടിച്ചേരുന്നതാണ് ഈ ഫുൾ വേവ് എന്ന് പറയുന്നത്. അതിൽ ഈ ഫുൾ റേസ് ആൻഡ് എ സ്ലോപ്പ് വിത്ത് എ നോച്ച്, ആ നോച്ച് വരെ ഉള്ളത് ആണ് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ പൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഡൈക്കോർട്ടിക് നോച്ചിന് ശേഷം വരുന്ന റേസും ഫോളും ഇസ് കോൾഡ് ആസ് ദി കാറ്റക്കോർട്ടിക് ലിംബ്. നൗ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇതിനകത്ത് വരുന്ന വേരിയേഷൻസ് ആണ് താഴത്തെ ഡയഗ്രാംസ് കാണിച്ചിരിക്കുന്നത്. For a clinical purpose, the commonest instrument used is a Dudgeon's sphygmograph. The upstroke, that is മുകളിലോട്ട് പോകുന്ന ആ വേവ്, is sudden, abrupt and without any secondary waves. ആ വേവ് മുകളിലോട്ട് കയറി അങ്ങ് പോകുക, അവിടെ വേറെ വളവോ തിരിവോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ഇറ്റ് ഈസ് ഗോയിങ് സഡൻ ആയിട്ടൊരു വേവ് അപ്വേർഡ്. ആൻഡ് ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി മിഡിൽ ഓഫ് ദി ഡൗൺ സ്ട്രോക്ക്, താഴോട്ട് വരുന്ന ആ വേവിൻ്റെ ഓൾമോസ്റ്റ് മിഡിൽ ഭാഗമായിട്ട് ദർ ഇസ് എ ഷാർപ്പ് ഡിപ്രഷൻ കോൾഡ് ആസ് ദി ഡൈക്കോട്ടിക് നോച്ച്. ഞാൻ ആ ഗ്രാഫ് കാണിച്ചിരുന്നു. ദിസ് ഇസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ സ്മോൾ വേവ്. ആൻഡ് ഈ രണ്ട് ഫീച്ചേഴ്സ് വേർ ദർ ഇസ് എ ഡിപ്രഷൻ ആൻഡ് എ സ്മോൾ വേവ് കമ്മിങ്, ദീസ് ടു ഫീച്ചേഴ്സ് ആർ കോൺസ്റ്റൻ്റ്ലി പ്രസൻറ്റ് ഇൻ എ നോർമൽ പൾസ് ട്രേസിങ്. ഇത് എപ്പോഴും എല്ലാ പൾസ് വേവ്സിലും കാണുന്ന രണ്ട് ടിപ്പിക്കൽ ഫീച്ചേഴ്സാണ്. ഈ വേവ്, ദിസ് വേവ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ട്രേസിംഗ് അപ്പ് ടു ദി ഡൈക്കോട്ടിക് നോച്ച് ഇസ് കോൾഡ് ആസ് ദി പ്രൈമറി വേവ്. ഈ സിസ്റ്റോളിക് വെൻട്രിക്കുലർ സിസ്റ്റോൾ വരുന്ന ആ വേവിനെ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി പ്രൈമറി വേവ് ഓർ ദി പെർക്കഷൻ വേവ്. ദ ബിഗിനിങ് ഓഫ് ദ വേവ് ട്രേസിംഗ് അപ്പ് ടിൽ ദി ഡൈക്കോട്ടിക് നോച്ച്, അവിടം വരെ ആണ് പ്രൈമറി വേവ് ഓർ ദി പെർക്കഷൻ വേവ് എന്ന് പറയുന്നത്. ദിസ് ഹോൾ വേവ് കൊറസ്പോണ്ട്സ് ടു ദി വെൻട്രിക്കുലർ സിസ്റ്റോൾ. നമ്മളത് നേരത്തെ പറഞ്ഞു. ദാണ്ട ഈ റൈറ്റ് സൈഡിലെ ബിഗ് ഡയഗ്രാം സിസ്റ്റോൾ എന്ന്, ഡൈക്കോട്ടിക് നോച്ച് വരെയുള്ളതിനെ ആണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്, വെൻട്രിക്കുലർ സിസ്റ്റോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Now,
The rise and fall of pressure in this wave follows, it is similar to the pressure changes that are seen in the aorta and ventricles. So നമ്മൾ ആ ഗ്രാഫ് കാണുമ്പം പ്രഷർ ചേഞ്ചസ് അയോട്ടനെയും വെൻട്രിക്കിൾസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ വേരിയേഷൻ വരുന്ന അനുസരിച്ച് അവിടെയും ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. The dichotic notch, that is the depression, is due to the sharp fall of the pressure caused by the return of the same blood column being reflected back into the closed semilunar valves. That is diastole, ventricular diastole നടക്കാനായിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് അപ്പാണ് ഈ ഡൈക്കോട്ടിക് നോച്ച് ഡിപ്രഷൻ കാണുന്നത്. And then the second oscillation, the second wave, the small second wave that is coming in the dichotic limb. Okay, e wave, sometimes the secondary oscillations are found on the downstroke, both above and below the dichotic wave respectively, being known as the pre-dichotic wave or the post-dichotic wave. That means ഈ ഡിപ്രഷൻ്റെ മുകളിലായിട്ട് ദാണ്ടെ ഈ സിസ്റ്റോളിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിപ്രഷൻ കാണുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് യൂഷ്വലി സീൻ ഇൻ എ ടിപ്പിക്കൽ വേവ്. സോ അങ്ങനെ വരുന്ന ഡിപ്രഷനെ ആണ് ഡൈക്കോട്ടിക് നോച്ചിന് മുന്നേ വരുന്നതായതുകൊണ്ട് പ്രീ ഡൈക്കോട്ടിക് നോച്ചും, അതിന് താഴെയായിട്ട് വരുന്ന വേവിൻ്റെ ഡിപ്രഷന് പോസ്റ്റ് ഡൈക്കോട്ടിക് നോച്ചെന്നും വേവ് എന്നും വിളിക്കും. These are due to elastic oscillations of the aorta. അതുകൊണ്ടാണ് ആ നോച്ചസ് അല്ലെങ്കിൽ ആ കർവ്സ് വരുന്നത്. The normal pulse is called as the catacrostic pulse. ഈ നോർമൽ ആദ്യത്തെ പൾസ് നമ്മൾ കാണിച്ചത് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, അങ്ങനെ ഉള്ള ഒരു വേവ്, പൾസ് വേവിനെയാണ് കാറ്റക്രോസ്റ്റിക് pulse എന്ന് വിളിക്കുന്നത്. When a secondary wave is found on the upstroke, the wave is called as anacotic wave. See, ഒരു സെക്കൻഡറി പൾസ് വരുമ്പം ഇവിടെ ദാണ്ടെ ഈ വെള്ള ഗ്രാഫിൽ 2 ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ അനക്കോട്ടിക് ഷോൾഡർ എന്ന് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് അപ്സ്ട്രോക്കിൽ പോകുന്നതിന് മുന്നേ പിന്നെയും ഒരു വളവ് വന്നിട്ട് വരിക ഇൻ ദി അനക്കോട്ടിക് ലിംബ്. ആ ലിംബിൻ്റെ അവിടെ വരുന്ന ആ ഡിപ്രഷനെയാണ് അനക്കോട്ടിക് ഷോൾഡർ അല്ലെങ്കിൽ അനക്കോട്ടിക് പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെൻ എ സെക്കൻഡറി വേവ് ഇസ് ഫൗണ്ട് ഓൺ ദി അപ്സ്ട്രോക്ക്, ദ വേവ് ഇസ് കോൾഡ് ആസ് ദി അനക്കോട്ടിക് വേവ് ആൻഡ് ദ പൾസ് ഇസ് കോൾഡ് ആസ് അനക്കോട്ടിക് പൾസ്. വെൻ ദി ഡൈക്കോട്ടിക് വേവ് becomes so prominent that it can be easily felt with the finger, it is called as the dichotic pulse. So this is how you read the pulse wave that is formed in your sphygmogram, and this is the graphical representation of that pulse wave.